ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഉപ്പയും ഉമ്മയും ദുബായിക്ക് പോവാണ്. അപ്പോൾ അവരെ യാത്രയാക്കാൻ വേണ്ടി ഞങ്ങൾ നെടുമ്പാശ്ശേരിക്ക് പോവാണ് കേട്ടോ. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5 മണിയായി. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉമ്മാക്ക് പറഞ്ഞു ഉമ്മാടെ അമ്മാനെ കാണണമെന്ന്. ഉമ്മാടെ അമ്മ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആവാറുണ്ട്. ഷുഗറും പ്രഷറും അങ്ങനെ കൂടും കുറയും ചെയ്യുമ്പോൾ ഹോസ്പിറ്റലാവും. പിന്നെ അത് ഗ്ലൂക്കോസും മരുന്നുകളൊക്കെയും കേൾക്കും, വീട്ടിലേക്ക് കൊണ്ടുവരും. അത് സ്ഥിരം അങ്ങനെ പ്രായമായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഉമ്മ എന്തായാലും പോകുമ്പോൾ അമ്മക്കൊരു വിഷമം. ഉമ്മാടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അമ്മയുടെ തൊട്ടടുത്ത് തന്നെയാണ് മാമാടെ വീടും ഉമ്മാടെ വീടും. അപ്പോൾ എപ്പോഴും കാണാറുള്ളത് തന്നെയാണ്. ഹോസ്പിറ്റലും പോയിട്ട് കണ്ടു. എന്നാലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് കാണണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇക്ക പറഞ്ഞു 5 മണിക്ക് നമ്മൾ ഇറങ്ങിയത് ലേറ്റാവും, നമുക്ക് നേരെ പോകാൻ പറഞ്ഞു. അപ്പം അമ്മക്കൊരു വിഷമം കാണണമെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ലേറ്റ് ആവുമൊന്നുമില്ല പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊന്ന് കയറി. അങ്ങനെ ഉമ്മാടെ കണ്ട് ഉമ്മാടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഉമ്മാടെ ഉഷാറായിട്ടായിരുന്നു കേട്ടോ. ഉമ്മ എനിക്ക് നോക്കി ഉമ്മ പോവാണ് കേട്ടോ പറഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 5:45 കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വണ്ടി വിട്ടിട്ട് ഓട്ടുപാറ മുതൽ വ്യാസ കോളേജ് കഴിഞ്ഞ് കുറേ എത്തുന്നത് വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു. വണ്ടി തീരെ പോയിരുന്നില്ല, കടുത്ത മഴയും. അങ്ങനെ വണ്ടി പതുക്കെ പറഞ്ഞാൽ അത്രയും പതുക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു വെട്ടിച്ച് കിടക്കാനോ ഒന്നും പറ്റില്ല, അത്രയും ബ്ലോക്കായിരുന്നു. അതുപോലെ ബ്ലോക്ക് ഇതുവരെ കണ്ടിട്ടില്ല, അത്രയും ബ്ലോക്ക്. മഴയൊന്നും വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ഒരുവിധം 7:30 കഴിഞ്ഞു നമ്മുടെ തൃശ്ശൂർ ആ പാട്രായ്ക്കൽ ആ ഭാഗത്തെത്തുമ്പോൾ കേട്ടോ. അവിടെ വരുമ്പോൾ മുടിഞ്ഞ മഴ. അവിടെ 7:30 കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. എന്താ പറഞ്ഞാൽ 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ 7:30 തൃശ്ശൂരിലെത്തിയിട്ട് പിന്നെ 8:30 9:30 10 2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ എങ്ങനെ നെടുമ്പാശ്ശേരിയിൽ എത്തും എന്നുള്ള ടെൻഷനാണ്. പിന്നെ നമുക്ക് തൃശ്ശൂർ എത്തുന്നത് വരെ നല്ല ടെൻഷനായിരുന്നു, വണ്ടി നീങ്ങാണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക പറയുന്നുണ്ട് കറക്റ്റായിട്ട് ടൈം അറിഞ്ഞിരുന്നില്ല ഫ്ലൈറ്റിൻ്റെ. അപ്പോൾ ഉപ്പയും പറഞ്ഞു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി പറഞ്ഞു. ഓക്കെ 5 മണിക്ക് എന്ന് പറഞ്ഞു. പക്ഷേ ടൈം ഇക്ക ചോദിച്ചില്ല, ഞാനും ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഹൈവേയിലേക്ക് കടന്നു കേട്ടോ. ബാക്കി സ്ഥലത്തൊക്കെയും ബ്ലോക്കായിരുന്നു. അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞ് 8 മണി കഴിഞ്ഞു ഹൈവേയിലേക്ക് എത്താൻ തന്നെ. ഹൈവേയിലേക്ക് എത്തിയപ്പോൾ ഒക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ ഓടിക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നു. മഴ പെയ്യുന്നുണ്ടെങ്കിലും ബ്ലോക്കുകളും 1-2 കിട്ടി. പിന്നെ ഒന്ന് ആരും ഇല്ലാത്തത് നല്ല ഹൈവേയിൽ കയറിയപ്പോൾ നല്ല സ്പീഡിൽ തന്നെ പോകാൻ പറ്റി. അത് മാക്സിമം ഒക്കെ പറഞ്ഞു ചിലപ്പോൾ ക്യാമറയ്ക്ക് അടിച്ചു എന്ന് വരും, എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആൾ സ്പീഡിൽ വിട്ടിട്ട് അങ്ങനെ ഞങ്ങൾ 9 മണിയാകുമ്പോഴത്തേനും നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ആ നമ്മുടെ അങ്കമാലി ഹൈവേയിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള ആ വഴി കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടായി. അതുവരെ ഭയങ്കര ടെൻഷൻ പറഞ്ഞാൽ അത്രയും ടെൻഷനായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, ഫ്ലൈറ്റ് മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ ടെൻഷൻ തന്നെയല്ലേ. ബ്ലോക്കും വണ്ടി നീങ്ങാത്ത അവസ്ഥ, അത്രയും ഇതുവരെ അതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അത്രയും എന്താ പറയുക, ബ്ലോക്കും വണ്ടി ഓടിക്കാൻ പറ്റാതെ ആകെ ഇരുണ്ടൊരു മൂടി, അത്രയും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ടെൻഷനിൽ നമുക്കതൊന്നും എടുക്കാൻ തോന്നില്ലല്ലോ. അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗഫ് മോന് സാദും സിയാദും അനിയന്മാർ അവരെല്ലാവരും ഇവരെ നല്ല കട്ട വെയിറ്റിങ്ങിലാണ് ഇവർ എത്തണമെന്ന് നോക്കിയിട്ട്. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് മട്ടൻ കറി വെച്ചതുണ്ട്, ചില്ലി ചിക്കൻ എല്ലാം മസാല തേച്ച് ഒക്കെ ആക്കിയിട്ട് പത്തിരി എല്ലാം കൊണ്ടാണ് പിന്നെയും പോണത്. അവർക്ക് അതൊക്കെ എല്ലാം ഇഷ്ടം, നാട്ടിലത്തേണ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയും വേസ്റ്റ് ആവില്ലേ, അങ്ങനെയൊക്കെയും ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് മിസ്സായാലും അതും പിന്നെ ഇനിയും പോകേണ്ടി വരില്ലേ, ടിക്കറ്റ് എടുക്കേണ്ടിയില്ലേ, കാശ് പോകില്ലേ എന്നൊക്കെയും ഭയങ്കര വിഷമം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ആ വഴി എത്തിയപ്പോൾ നല്ല സമാധാനമായി. അങ്ങനെ എയർപോർട്ട് കണ്ടപ്പോൾ പിന്നെ പകുതി മുക്കാൽ ആശ്വാസമായിട്ടോ. അപ്പോഴും ഞങ്ങൾ എത്തുമ്പോൾ 9 മണിയായി. പിന്നെ 1 മണിക്കൂറല്ലേ. പിന്നെ അപ്പോഴത്തേനും പേടിപ്പിച്ചു, ചിലപ്പോൾ കൗണ്ടറൊക്കെയും അടയ്ക്കും കേട്ടോ. 1 മണിക്കൂർ മുമ്പ് അവർ അടയ്ക്കും, പിന്നെ അങ്ങോട്ട് കയറ്റില്ല എന്നൊക്കെയും പറഞ്ഞപ്പോൾ തന്നെ അപ്പോഴും ടെൻഷനായി കേട്ടോ. എനിക്ക് ഒരു പ്രാവശ്യം ഇതേപോലെ കുവൈറ്റിക്ക് പോണ സമയത്ത് ഞങ്ങൾ അതുപോലെ ലേറ്റായിട്ട് പോയിട്ട് ഇക്കാരെ കടത്തി വിട്ടില്ല, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരിക ചെയ്തിട്ടോ. അതും ഇതേപോലെ എന്തോ ഒരു പ്രശ്നമായിട്ട് അന്നത്തേക്കും മറന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അതേപോലത്തെ ഒരു അവസ്ഥയായി മാറി. അങ്ങനെ എത്തി. പിന്നെ അവർ യാത്ര പറയാൻ നിന്നില്ല, വേഗം എന്താ പറയുക 10 മണിക്ക് വേഗം ഇറങ്ങിട്ടോ പറഞ്ഞു. അല്ല അങ്ങോട്ട് കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് പിന്നെ വേഗം അവർ അങ്ങോട്ട് പോയി.
അങ്ങനെ ആ യാത്ര ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടൊരു യാത്ര ഉണ്ടായിട്ടില്ല. അത്രയും ടെൻഷൻ എടുത്തു കേട്ടോ. നമുക്ക് വണ്ടിയിലിരിക്കുമ്പോൾ ഫ്രണ്ടിലത്തെ വണ്ടികളൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഞാൻ കണ്ടോ നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നത് ചോദിച്ചു ലാസ്റ്റ്. അതായത് നമുക്ക് അത്രയും മഴ കാരണം ഉറുമ്പായിരിക്കണ പോലെ വണ്ടി ഓടിക്കണത്. അങ്ങനെ ഭാഗ്യത്തിന് ഇവർ പോകുമ്പോൾ കൗണ്ടർ അടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എമിഗ്രേഷൻ ക്ലിയറൻസ് ശരിയാവുന്നത് വരെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇച്ചുമോനും ഹെസമോളും പ്രിയമോളും എല്ലാവരും ഇവർ പോകുന്നത് അറ്റം വരെ അവരെല്ലാവരും നോക്കിയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. നമുക്കും ടെൻഷൻ. ഇപ്പോൾ ഈ എന്താ പറയുക, ഇവിടുന്ന് അങ്ങോട്ട് കടത്തി വിടില്ലേ, അവർക്ക് ബോഡി പാസ് കിട്ടില്ലേ, അങ്ങനത്തെ ഒക്കെയും ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ അവർ വരിയിലിങ്ങനെ നിന്ന് അപ്പം പിന്നെ അവിടെ ഞാൻ പറഞ്ഞു ഇപ്പോൾ വരിയിലൊന്നും നിൽക്കണ്ട, വണ്ടി എന്താ പറയുക ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ, നിങ്ങൾ നേരെ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ വരിയിലൊന്നും നിന്നില്ല, നേരെ അറ്റത്തേക്ക് തന്നെ പോയിട്ടോ. വരിയിൽ നിൽക്കാണ്ട് എല്ലാവരും വരി ഒരുപാട് ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആ സമയത്തും ഇനിയിപ്പോൾ ലേറ്റാണ്ട് അവിടെ എത്തിയിട്ടും ലേറ്റ് ആവേണ്ട അവരുടെ അവർ പറഞ്ഞപ്പോൾ പിന്നെ അവർ നമ്മുടെ യാത്രക്കാരെല്ലാവരും കൂടി കടത്തി വിട്ടു കേട്ടോ. അങ്ങനെ അവർ പോണത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുട്ടികളും ഉണ്ടല്ലോ, അപ്പോൾ എമിഗ്രേഷൻ ക്ലിയറൻസ് ശരിയാവുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എയർപോർട്ടിൽ തന്നെ കുട്ടികൾക്ക് ഓരോന്ന് കാട്ടി കൊടുത്തിട്ട് അങ്ങനെ നിന്ന് ടൈം കഴിച്ചു. കണ്ടില്ല അവർ പോണത് ഞങ്ങൾ ലാസ്റ്റ് വരെ ഇങ്ങനെ കണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എസ്എമ്മോൾ അങ്ങോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങി. എസ്എമ്മോൾ ഓടുന്ന കണ്ടപ്പോൾ ഇച്ചുമോനും പ്രിയമോളും എല്ലാവരും അവളുടെ പിന്നിൽ പിന്നെ നടക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ പിടിച്ചാൽ നിൽക്കില്ല. അവൾക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെയും പോകണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടന്നിട്ട് എല്ലാ കാഴ്ചയിലും കാണണം. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇച്ചുമോൻ്റെ മുഖം ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇച്ചുമോന് കുറേ മുഖം ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടിരിക്കും. പിന്നെ ഇങ്ങനെ കരയുന്നത് പോലെ മുഖം പിന്നെ ഒരു കരച്ചിൽ കടിച്ചമർത്താൻ നോക്കിയിട്ട്, അതായത് കരയാണ്ട് കണ്ടില്ലേ, ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കരയുന്നുണ്ട്. എന്നാൽ അവ ഒന്നും പറയുന്നില്ല. അത് കുറേ നേരം ഞാൻ നടക്കുന്ന സമയത്തൊക്കെ മുഖം അങ്ങനെ ഇരുന്നു കേട്ടോ. ഇവരെ കൂടെ നടക്കുന്നുണ്ടെന്നുള്ളൂ, പക്ഷേ എന്തൊക്കെയോ ആലോചന. പിന്നെയും പോയിൻ്റ് ഭയങ്കര വിഷമം അവൻ്റെ മുഖത്തുണ്ട്. പക്ഷെ അവൻ ഞങ്ങളൊന്നും അറിയിക്കണില്ല. ഞങ്ങളെ അറിയിക്കാണ്ട് അവൻ ഇങ്ങനെ കടിച്ചമർത്തി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചിരിയും വരുന്നുണ്ട്. എൽസമോളെ കളിപ്പിക്കുമ്പോഴേക്കും ഇങ്ങനെ ചിരി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ടെൻഷനുണ്ട്. അതായത് ഇവൻ്റെ അമ്മ ഇക്കാടെ എന്താ പറയുക, ഇവൻ്റെ അമ്മ പറഞ്ഞാൽ അസ്മ, അനിയൻ്റെ വൈഫ്. അവൾ നോക്കുന്ന കാലത്ത് നന്നായിട്ടാണ് ഉമ്മ കുട്ടികളെ നോക്കുക. അവർക്ക് വേണ്ടത് അവൾ പിന്നെയും കുറുമ്പാളിച്ച് അടിക്കും. ഇവർ പിന്നെ അടിക്കൊന്നുമില്ല, അത്രയും നോക്കി നടക്കും. പിന്നെ താണ്ട് വെറുതെ തന്നെ കരയുക. ഇങ്ങനെ ആലോചിക്കുക, നിൽക്കുക, കരയുക എന്നായി. ആദ്യം കുറേ കടിച്ചമർത്താൻ നിന്ന് നോക്കിയാലും പിന്നെ അവൻ വെറുതെ തന്നെ ഓരോന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ റിയമോളും ചിരി വരിക. അപ്പം ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ എന്താ പറയുക, കളിക്കണമുണ്ട് കുട്ടി, അതിനോടൊപ്പം തന്നെ ചിരിക്കണമുണ്ട്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ആലോചിക്കുക, ചിരിക്കുക. അത് കണ്ടപ്പോൾ റിയമോൾക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എന്താ പറയുക, അവിടെ കുറേ നമ്മൾ ഓരോ പ്രാവശ്യം ഇടുമ്പോൾ ശരിക്കും പോകുമ്പോഴും ഓരോരോ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല വ്യൂസുള്ള സ്ഥലത്ത് നിന്നിട്ട് വീഡിയോ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ബാത്റൂമിലേക്ക് മൂത്രമൊഴിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുക തിണ്ടിൽ കേട്ടോ. അപ്പോൾ ഞാനും റിയമ്മോളും കൂടി എടുത്ത വീഡിയോ. സത്യം പറയും, ഇങ്ങോട്ട് നോക്ക്, വിഷമമുണ്ടോ നിനക്ക്? എന്തിനാ വിഷമിക്കുന്നത്? അവര് പോണെങ്കിൽ വിഷമം എനിക്കില്ലല്ലോ. എന്റെ നീ എന്തിനാ വിഷമിക്കുന്നത്? കാലത്തിന് കറിയല്ലേ അഭിനയിക്കല്ലേ? കണ്ടോ കണ്ടോട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ ചിക്കൻ കാണാന്. എന്താണ് എമിഗ്രേഷൻ ക്ലിയറൻസ് കറക്റ്റ് ശരിയാവുന്നത് വരെ ഞാനും കുട്ടികളും ഇങ്ങനെ അതിലേക്ക് നടന്നു.
ഇക്ക വണ്ടിയിലായിരുന്നു കേട്ടോ. ഇക്ക വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇക്ക അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പയമ്മയും വിളിച്ചു കേട്ടോ. ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ ആക്കിയായി, ലഗേജൊക്കെയും കയറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ സമാധാനമായി. ഇനിയിപ്പോൾ ലഗേജ് കൂടോ വെയിറ്റ് കൂടോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്ര ചെയ്തിട്ടോ. ഇക്കാക്ക് വിളിച്ചു പറഞ്ഞു വണ്ടിയും കൊണ്ട് വരാൻ. അങ്ങനെ വണ്ടിയിൽ കയറി ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഉപ്പയമ്മയും ഫ്ലൈറ്റ് എടുത്തത് 12 മണിയൊക്കെ ആയി എന്നാണ് പറഞ്ഞത്. ആൾക്കാരും ഫ്ലൈറ്റിലത്തെ ജീവനക്കാരൊക്കെ എത്താൻ ലേറ്റായിട്ട് ഫ്ലൈറ്റ് അവർ ഒരുപാട് അത്രയും ബ്ലോക്കായിരുന്നു ഞാൻ മഴ കാരണം. അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ അടിച്ച് ജീവൻ പണയം വെച്ച് ഞങ്ങളവിടെ എത്തിയിട്ട് അത്രയും അവരവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു. ഒരുപാട് നേരം 12 മണിയാകുമ്പോൾ ഫ്ലൈറ്റ് എടുക്കാനെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ ദുബായിലൊരു പുലർച്ചെ 4-4:30 ദുബായിൽ എത്താൻ തന്നെ. അവിടെ എത്തുമ്പോൾ അനിയന്മാർ സാജും സിയാദും മോന് റൗഫും അവരെല്ലാവരും വരെ വെയിറ്റ് ചെയ്തിട്ട് എസമോള് അല്ല സാജുവിൻ്റെ മോള് നെച്ചുമോള് ഇവരെല്ലാവരും അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു. പിന്നെ എന്താ പറയുകയുണ്ടെങ്കിൽ അവർ അവിടെ എത്തി. അവർ 4:30-5 മണിയാകുമ്പോഴത്തേനും അവിടെ വീട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് പുലർച്ചെ രാവിലെ 9:30 ഇവിടെ മടമ മരിക്കുകയും ചെയ്തു കേട്ടോ. അതെന്താ പറഞ്ഞാൽ മരിക്കുന്ന ആരും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമവും ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കുറച്ച് ഇപ്പോൾ 7 കഴിഞ്ഞു. നമുക്ക് വീഡിയോസ് ഇടാനോ അങ്ങനെ ഒന്നും തോന്നിയിരുന്നില്ല. ആ ഒരു വിഷമവും ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച മുമ്പത്തേന് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നാണ് വ്ളോഗ് ഇതിനൊക്കെയും കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി കുട്ടികൾക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെയും വാങ്ങി. അപ്പോൾ എസമോളെ ഇച്ചുമോനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് രണ്ടാക്കും എന്നെക്കാട്ടിലും ഇഷ്ടം ഇക്കാനെയാണ്. അവരൊക്കെയും ഇഷ്ടത്തിന് നിൽക്കും. ഞാനാണെങ്കിൽ ഒക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തും. അതുകൊണ്ട് ഇക്കാനെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങളുടെയൊക്കെയും ഫുഡ് ഓരോരുത്തരെ വന്നു. ഇച്ചുമോന് ബർഗർ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് അവന് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ പിന്നെ അവന് വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ നിന്ന് വാരി കൊടുക്കാൻ നിന്നിട്ടൊന്നും കേട്ടില്ല കേട്ടോ. അവൻ്റെ ബർഗർ എന്നിട്ടാ തിന്നുള്ളൂ പറഞ്ഞു. അങ്ങനെ അത് സാധാരണ അവൻ കഴിക്കാറില്ല. അവൻ ബർഗറാണെങ്കിലും പകുതി കഴിച്ചിട്ട് നിർത്തും. ഇതെന്താണ് അവൻ നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു കുട്ടിക്ക്. അപ്പോൾ അതൊക്കെയും കഴിച്ചു. അങ്ങനെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ വരിക. ഗുഡ് ബൈ.